ഹലോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നും വന്നിരിക്കുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ഓണം സീരീസിലെ ലാസ്റ്റത്തെ പായസമാണ് ഇത്, കടലപ്പായസം. ഓണം പ്രമാണിച്ച് 4 പായസത്തിൻ്റെ വീഡിയോസാണ് നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ 4 പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിന്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. വീഡിയോ മുഴുവനായും കാണാനും കൂടെ ശ്രമിക്കണേ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കടലപ്പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 250 ഗ്രാം കടലയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്ത കടല നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അങ്ങനെ കഴുകിയെടുത്ത കടല നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കടല വേവുന്നതിന് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി കുക്കർ അടച്ച് 4 വിസിൽ അടുപ്പിച്ച് നമുക്ക് ഈ കടല വേവിച്ചെടുക്കാം. അപ്പോൾ കടല അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിന് ആവശ്യമായ ശർക്കര ഉരുക്കി പാനി കാച്ചി എടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 700 ഗ്രാം ശർക്കര പൊടിച്ചതാണ് ഞാൻ എടുക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ശർക്കര ഉരുക്കി കിട്ടാൻ ആവശ്യമായ 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാമേ. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി കൊടുക്കാം. അധികം കട്ടിയുമല്ല എന്നാൽ അധികം ലൂസുമല്ലാത്ത രീതിയിൽ വേണം ശർക്കര പാനി കാച്ചി എടുക്കാൻ. ദാ കണ്ടില്ലേ, ഈ രീതിയിൽ കണ്ടില്ലേ, കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണ്ടേ. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത് അരിച്ചെടുത്തതാണ് ഈ 1-ാം പാല്. അതുപോലെ 3/4 കപ്പ് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തതാണ് ഈ 2-ാം പാല്. അതുപോലെ ലാസ്റ്റായിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തതാണ് ഈ 3-ാം പാല്. ഇപ്പം ഇങ്ങനെ വെള്ളം ചേർത്ത് അടിച്ചെടുത്തെന്ന് വിചാരിച്ച് തേങ്ങാപ്പാൽ അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. കട്ടിയൊന്നും കുറവൊന്നും ഇല്ല കേട്ടോ. കണ്ടില്ലേ, വേവിക്കാൻ വെച്ചിരുന്ന കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു തവി വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. കുറച്ച് ഭാഗം ഉടച്ചും കുറച്ച് ഭാഗം നമ്മൾ പായസം കുടിക്കുമ്പോൾ കടിക്കാവുന്ന രീതിയിലും ഇട്ടേക്കണം കേട്ടോ. പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു ഉരുളി അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ ഉരുളിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇപ്പോൾ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. ഇനി ഈ കടല നന്നായിട്ട് നെയ്യിലൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനിയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ. തിളയ്ക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 50 ഗ്രാം ചവ്വരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഈ കടലയും ചവ്വരിയും ശർക്കരയും എല്ലാം കൂടെ മിക്സ് ആവത്തക്ക രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ചവ്വരി ഇങ്ങനെ ഇട്ടെന്ന് വിചാരിച്ച് വേവാതെയൊന്നും ഇരിക്കൂല കേട്ടോ. തിളച്ച് വരുന്ന കൂട്ടത്തിൽ കൂടെ ചവ്വരിയും വെന്ത് കിട്ടും നന്നായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 3-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഇടവിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് പായസം പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് വീണ്ടും ഒന്ന് കുറുകി വരും. ആ ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് 1-ാം പാൽ ഒഴിക്കുന്നത്. കണ്ടില്ലേ, ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുകയോ അല്ലെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്യുകയോ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാര്യം ഫസ്റ്റ് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് തിളപ്പിക്കൂല, ചെറുതായി ഒന്ന് ചൂടാക്കുക ചെയ്യുക മാത്രമേ ഉള്ളേ. അപ്പം നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂനട്ടും റൈസിൻസും തേങ്ങയൊക്കെ മൂപ്പിച്ചിട്ട് കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, അത് 1/2 കപ്പ് ഇട്ട് കൊടുക്കാമേ. ഇനി തേങ്ങാക്കൊത്തിൻ്റെ കളർ മാറി ചെറുതായൊന്ന് ബ്രൗൺ കളറായി വരും. ആ ടൈമിലാണ് നമ്മളിതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ കളർ മാറി ചെറുതായൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നവരെ ചെറുതായൊന്ന് റോസ്റ്റ് ചെയ്യാമേ.
അപ്പോൾ കാഷ്യൂനട്ടിൻ്റെ കളറും ചെറുതായി ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസിൻസ് അഥവാ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുന്തിരി നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അങ്ങനെ നമ്മുടെ കടല പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഓണത്തിന് എല്ലാവരും ഈ ഒരു രീതിയിൽ കടല പായസം ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകുമേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.